സെക്ഷൻ 148 ഓഫ് കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് 2013 പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 ഇതിൽ ടോട്ടൽ 8 സബ്സെക്ഷൻ ഉണ്ടെന്നും ആ 8 സബ്സെക്ഷനിൽ 1 to 4 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കോസ്റ്റ് റെക്കോർഡ്സ് ബൈ മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, ഏതൊക്കെയാണ് ആ 8 സബ്സെക്ഷനിലെ 4 സബ്സെക്ഷൻ? അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1 സബ്സെക്ഷൻ 1 കോസ്റ്റ് റെക്കോർഡ്സ്, നമ്പർ 2 കോസ്റ്റ് ഓഡിറ്റ് സെക്ഷൻ ആട്ടത്. സബ്സെക്ഷൻ 3 ഏതാ? ഹൂ വിൽ കണ്ടക്ട് ദ കോസ്റ്റ് ഓഡിറ്റ്? ആരാ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക? കോസ്റ്റ് ഓഡിറ്റർ. നമ്പർ 4 ഇൻ അഡീഷൻ ടു ദ ഓഡിറ്റ് കണ്ടക്റ്റഡ് അണ്ടർ സെക്ഷൻ 143, ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. ആര്? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഓഡിറ്റിന് പുറമെയാണ് ഏത് വരുന്നത്? 148 പറയുന്ന കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമായി വരുന്നത്. അഥവാ ഫിനാൻഷ്യൽ ഓഡിറ്റ് ഉള്ള കമ്പനിയിൽ കോസ്റ്റ് ഓഡിറ്റ് വേണോ എന്ന് ചോദിച്ചാൽ രണ്ടും വെവ്വേറെയാണ്, രണ്ടും കൂടെ കണക്ട് ചെയ്യേണ്ട. ദാറ്റ്സ് ഓൾ. എന്താണ് കോസ്റ്റ് റെക്കോർഡ്സ്? എന്താണ് കോസ്റ്റ് റെക്കോർഡ്സ് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. ഏതാ? മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് 3 തിങ്സ്. ഏതൊക്കെയാണ്? യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ, യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ആൻഡ് അതർ ഐറ്റം ഓഫ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞിരുന്നു കോസ്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ, യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ആൻഡ് അതർ ഐറ്റം ഓഫ് കോസ്റ്റ്. ഒരു കമ്പനിയിൽ അവരുടെ മെറ്റീരിയൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അവരുടെ ലേബർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതേപോലെ മറ്റു കോസ്റ്റുകളുടെ വിവരങ്ങൾ അടങ്ങുന്നതാണ് കോസ്റ്റ് റെക്കോർഡ്സ്. സിംപിളി നമുക്ക് പറയാം എന്താണ്? കോസ്റ്റ് ഷീറ്റിലാണ് ഈ ഡീറ്റെയിൽസൊക്കെ ലഭ്യമാവുക. ഓക്കെ, ആരാണ് ഈ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അടുത്തത് ചോദ്യങ്ങൾ വരാം. ഒരു ഹോസ്പിറ്റലിന് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടോ? ചോദ്യം ആൻസർ ഇങ്ങനെയാണ്. കോസ്റ്റ് റെക്കോർഡ്സ് അപ്ലിക്കബിൾ 2 ക്ലാസ്സസ് ഓഫ് കമ്പനിയാണ്. ഒന്ന് ഏതാ? പ്രൊഡക്ഷൻ ഓഫ് സച്ച് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ടാറ്റ ലിമിറ്റഡ്, ടാറ്റ കാർ മാനുഫാക്ചർ ചെയ്യുന്ന മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ്, അവർക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ട് അവരെന്ത് ചെയ്യണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വന്നേക്കാം. അതിൻ്റെ ഡീറ്റെയിലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒന്നാമത്തെ ക്ലാസ്സസ് ഓഫ് കമ്പനി പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സച്ച് ഗുഡ്സ് ആണ്. പിന്നെ പറയുന്നത് പ്രൊവൈഡിങ് സച്ച് സർവീസാണ്. ഓക്കെ, വിച്ച് മീൻസ് ഹോസ്പിറ്റലിനും എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റെക്കോർഡ്സ് ആവശ്യമായി വരും. അതിന് കൃത്യമായ ക്രൈറ്റീരിയ ഒക്കെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കമ്പനീസ് ആക്ടിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന് എന്താവണം? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അഥവാ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആവണമെന്നാണ് പറയുന്നത്. പ്രൊവൈഡിങ് ഓഫ് സർവീസ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആവണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത ഒന്ന് ഏതാണ്? ട്രേഡിങ് കൺസേൺ ആണല്ലോ, ഗുഡ്സ് മേടിച്ച് വിൽക്കുന്ന ആളുകൾ. അവിടെ എന്തില്ല? കോസ്റ്റ് റെക്കോർഡ്സിനെ കുറിച്ച് മെയിൻറ്റെയിൻ ചെയ്യണ്ട, വിച്ച് മീൻസ് ബോധഡ് ആവണ്ട. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത ചോദ്യമാണ്, സാർ ഈ മുകളിൽ പറഞ്ഞ 2 കമ്പനി, അതോ ഒന്ന് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ഈസ് അപ്ലിക്കബിൾ ഓൾ ദ എബോവ് 2 ക്ലാസ് ഓഫ് കമ്പനീസ് ചോദിച്ചാൽ ആൻസർ എന്താ? നോ. അങ്ങനെ എല്ലാ കമ്പനികളും മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് അവിടെ നിർബന്ധമായിട്ടും കോസ്റ്റ് ഓഡിറ്റ് വേണം എന്ന് പറയാൻ പറ്റില്ല. അതാരാ പറയാം? അത് കമ്പനീസ് ആക്റ്റും എല്ലാം ഇവിടുന്ന് എന്ത് ചെയ്യാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടിട്ടു? ഇത് ആസ് പെർ കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു 2014 കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂളിലാണ് അക്കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ അതവിടെ പഠിക്കാം. യെസ്. ഇനി ഇഫ് അപ്ലിക്കബിൾ 1 and 2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഈ പറയുന്ന 1 എന്ന് ഉദ്ദേശിച്ച ഈ 1ഉം പിന്നെ ഈ 2 ആണ്. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന ഏതെങ്കിലും 2 കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസ്സസ് ഓഫ് കമ്പനിയിൽ ഒരു കമ്പനി ആവുകയും കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ പ്രകാരം കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം എന്താണ് കോസ്റ്റ് റെക്കോർഡ്സ് എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ, യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ആൻഡ് അതർ ഐറ്റം ഓഫ് കോസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് വി ക്യാൻ സീ ഇൻ ഏതാണ്? കോസ്റ്റ് ഷീറ്റ്. യെസ്. അടുത്തത് വേർ വി ക്യാൻ ഫൈൻഡ് ദോസ് 3 തിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് ദോസ് 3 തിങ്സ് പറഞ്ഞാൽ ഇവിടെ A, B, C അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതെവിടെ കാണാൻ പറ്റും? കോസ്റ്റ് ഷീറ്റിൽ. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു ചെറിയ നോട്ട് കാണാം. ഈ സെക്ഷൻ ഉണ്ടല്ലോ 148, അത് കമ്പനീസ് ആക്ട് 2013 ഈ കമ്പനീസ് ആക്ട് മുൻപ് ഏതായിരുന്നു? 1956 ആവുമ്പോൾ
ഈ 148 പകരമുള്ള കറസ്പോണ്ടിങ് സെക്ഷൻ 233B എന്ന സെക്ഷനായിരുന്നു. ഓക്കെ, അതിപ്പോൾ അത് ജസ്റ്റ് ഒരു അറിവിലേക്കായി ഷെയർ ചെയ്യുന്ന അത്ര മാത്രം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. താഴെ നമുക്ക് മീൻസ് ദിസ് സെക്ഷൻ 148(1) ഈസ് ടോക്ക് അബൌട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. ചുരുക്കി പറഞ്ഞാലേ ഈ സെക്ഷൻ ഉണ്ടല്ലോ, ഈ സെക്ഷൻ സബ്സെക്ഷൻ 1 കോസ്റ്റ് റെക്കോർഡ്സ്, ഇത് ഏതിനെ കുറിച്ചാണ് പറയുന്നത്? കോസ്റ്റ് ഷീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്ഥാപനങ്ങളുടെ എവിടെയൊക്കെയാണ്, ഏത് സ്ഥാപനങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് ഇഫ് പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം, കമ്പനീസ് കംപ്ലൈൻറ്റ് വിത്ത് ദിസ് സെക്ഷൻ, ഈ സെക്ഷനുമായിട്ട് എന്ത് ചെയ്യണം? കംപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത ദിസ് സെക്ഷൻ ഈസ് നോട്ട് ടോക്ക് അബൌട്ട് കോസ്റ്റ് ഓഡിറ്റ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്ഷനിൽ നമ്മൾ ഏതിനെക്കുറിച്ച് പറയുന്നില്ല? കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നില്ല. കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോസ്റ്റ് ഓഡിറ്റ് വേണമെങ്കിൽ ആദ്യം എന്ത് വേണം? കോസ്റ്റിംഗ് വേണ്ടേ? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലല്ലേ നമുക്ക് കോസ്റ്റ് ഓഡിറ്റ് പറ്റുള്ളൂ. യെസ്, ദാറ്റ്സ് ഓൾ. ഇനി സെക്ഷൻ 148(1) നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ്. ഒന്നുമില്ല. ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേൺ നിങ്ങളെ പഠിപ്പിച്ച ഈ സാധനങ്ങൾ എന്താണ് സെക്ഷനിൽ പറയുന്നത്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് anything contained in this chapter, the central government may, by order, in respect of such a class of company engaged അല്ലേ, ക്ലാസസ് ഓഫ് കമ്പനി നമ്മൾ പറഞ്ഞിരുന്നത് പ്രൊഡക്ഷൻ ഓഫ് സച്ച് ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊവൈഡിങ് ഓഫ് സച്ച് സർവീസസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ അല്ലേ? ഈ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ പ്രിസ്ക്രൈബ്ഡ് വരാം? ഇവിടെ നോക്കൂ താഴത്ത്. പ്രിസ്ക്രൈബ്ഡ് ആസ് പെർ, ഏത് പ്രകാരമാണ് പ്രിസ്ക്രൈബ് ചെയ്യുക? ആസ് പെർ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014. അവിടെ ക്ലിയർ അല്ല, പക്ഷെ ഇതാണ് സംഭവം. കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014 പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക കമ്പനികളെ കുറിച്ച്. ഡയറക്റ്റ് ദാറ്റ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഓർ ലേബർ ഓർ ടു അതർ ഐറ്റം ഓഫ് കോസ്റ്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഷാൾ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കെപ്റ്റ് ബൈ ദ ക്ലാസ് ഓഫ് കമ്പനി. അപ്പോൾ ഈ കമ്പനി സാധാരണ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ജേണലും ലെഡ്ജറും ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ടൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതും കൂടെ മെറ്റീരിയലിൻ്റെ യൂട്ടിലൈസേഷനും ലേബറിൻ്റെ യൂട്ടിലൈസേഷനും അതർ ഐറ്റം ഓഫ് കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഏത് പറയുന്നത്? സെക്ഷൻ 148 പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാൻ എളുപ്പത്തിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് മോള് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി പ്രൊവൈഡഡ് ദാറ്റ് central government shall, before issuing such order in respect of any classes of company regulated under special act, consult the regulatory body constituted or established under such special act. സംഗതി ഇത്രേ ഉള്ളൂ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുക? ഈ ക്ലാസ്സസ് ഓഫ് കമ്പനിക്കൊക്കെ ഏതൊക്കെ അപ്ലിക്കബിൾ ആണ് അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർഡർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എഴുതിയേക്കാം, ഇൻഷുറൻസ് കമ്പനി റിലേറ്റഡ് ആണെങ്കിൽ അവർ ഇൻഷുറൻസ് കമ്പനിയുടെ റെഗുലേറ്ററി ബോഡി ഉണ്ട്, IRDA എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇന്ത്യയുടെ. അവരായിട്ട് കൺസൾട്ട് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്, കൺസൾട്ട് ദ റെഗുലേറ്ററി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് അണ്ടർ സച്ച് സ്പെഷ്യൽ ആക്ട്. അപ്പോൾ IRDA ആയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. ആര് കൺസൾട്ട് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുക? ഈ ഓർഡർ ഇഷ്യൂ ചെയ്യുക. ഈ ക്ലാസ്സസ് ഓഫ് കമ്പനിക്കൊക്കെ ഇത്തരത്തിൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പോൾ ആരായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക? അതത് റെഗുലേറ്ററി ബോഡിയായിട്ട് കൺസൾട്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അടുത്തൊരു എക്സാമ്പിൾ. ബാങ്കിങ് കമ്പനിയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് എന്ത് ചെയ്യുന്ന ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ ആരായിട്ട് കൺസൾട്ട് ചെയ്യണം? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. ഏതാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ത് ചെയ്യണം? കൺസൾട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്? കോസ്റ്റ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഏത് പഠിക്കാൻ പോകണം? കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റ് സിമ്പിൾ. ഇഫ് സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഓഫ് ഒപ്പീനിയൻ, സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു അഭിപ്രായമുണ്ട്, എന്ത്? ദാറ്റ് ഈസ് നെസസറി ടു ഡൂ സോ,
എന്ത് ഡൂസോ? അവിടെ കോസ്റ്റ് ഓഡിറ്റ് വേണമെന്നുള്ളത്. ഇറ്റ് മേ ബൈ ഓർഡർ. അപ്പോൾ കമ്പനിക്ക്, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു അഭിപ്രായം ഉണ്ടെന്ത്, ഇന്ന കമ്പനിക്ക് കോസ്റ്റ് ഓഡിറ്റ് വേണം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യാം, ഒരു ഓർഡർ ഡയറക്റ്റ് ദാറ്റ് ദ ഓഡിറ്റ് ഓഫ് കോസ്റ്റ് റെക്കോർഡ് ഓഫ് ക്ലാസ്സസ് ഓഫ് കമ്പനീസ്, ഓക്കെ, വിച്ച് ആർ കവേർഡ് അണ്ടർ സബ്സെക്ഷൻ 1. അടാ എല്ലാ കമ്പനിക്കും പറ്റൂല. ഈ സബ്സെക്ഷൻ 1 വിച്ച് മീൻസ് കോസ്റ്റ് റെക്കോർഡ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നുകയാണ് അവിടെ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാം. ഹാവ് എ നെറ്റ് വർത്ത് ഓഫ് സച്ച് എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നെറ്റ് വർത്ത് തോന്നിയ പോലെ പറ്റില്ല. അവിടുത്തെ നെറ്റ് വർത്ത് എന്ത് ചെയ്യണം, ഒരു നിശ്ചിത എമൗണ്ട് നെറ്റ് വർത്ത് ഉണ്ടാവണം. ഓർ എ ടേൺ ഓവർ ഓഫ് സച്ച് എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഷാൽ ബി കണ്ടക്റ്റഡ് ഇൻ മാനർ സ്പെസിഫൈഡ് ഇൻ ദ ഓർഡർ. ഓക്കെ, അവരെന്ത് ചെയ്യണം, കോസ്റ്റ് ഓഡിറ്റ് നടത്തേണ്ടി വരും. ഇനി വളരെ രസകരമായൊരു സംഭവം എന്താ വെച്ചാൽ, എത്രയാണ് സാർ നിങ്ങൾ ചോദിക്കും, ഈ ടേൺ ഓവർ എത്രയാണ് സാർ, ഈ നെറ്റ് വർത്ത് എത്രയെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും എവിടെ പറയുന്നില്ല, കമ്പനീസ് ആക്ടിലെ ഈ കോസ്റ്റ് ഓഡിറ്റിൻ്റെ സബ്സെക്ഷനിൽ പറയുന്നില്ല. ഓക്കെ അല്ലേ? അതൊക്കെ പറയുന്നത് എവിടെയാണ്, കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂളിലാണ്. യെസ്, നോക്കൂ, ഹൂ വിൽ ടെൽ ദ നെറ്റ് വർത്ത് ഓർ ടേൺ ഓവർ. ആരാണ് ഇത്ര നെറ്റ് വർത്ത് വേണം, ടേൺ ഓവർ വേണം എന്നൊക്കെ പറയുക? സെൻട്രൽ ഗവൺമെൻറ് ആണോ? അല്ല. യെസ്, അത് പറയുന്നു. കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ടോ? ഇല്ല. അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്, കോസ്റ്റ് റെക്കോർഡ്സ് റൂൾ 2014. റൂൾസ് 4 സേസ് ദ ടേൺ ഓവർ എത്രയാണ്, 50 crore, 100 crore, 25 crore, 35 crore. ഓക്കെ, ഇതൊക്കെ എന്താ സാർ ഇങ്ങനെയെന്നൊക്കെ കൃത്യമായി മനസ്സിലാണെങ്കിൽ എവിടെ പഠിക്കണം, ചാപ്റ്റർ 2 കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014 പഠിക്കണം. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. കോസ്റ്റ് ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 148(2) ഈസ് അപ്ലിക്കബിൾ. എങ്ങനെയാണ്, കമ്പനി ഷുഡ് ഫോൾ അണ്ടർ സബ്സെക്ഷൻ 1. ആദ്യം ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ പറയുന്ന തിയറിയെ നമുക്ക് വളരെ ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്, മഗപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, മെമ്മറൈസ് ചെയ്യേണ്ട പോയിൻ്റ് എന്താണ്, കമ്പനി ഷുഡ് ഫോൾ അണ്ടർ സബ്സെക്ഷൻ 1. കമ്പനി ഏതിൽ പെട്ടതായിരിക്കണം, ഈ സബ്സെക്ഷൻ 1 പെട്ടതായിരിക്കണം. വിച്ച് മീൻസ് അവിടെ എന്ത് വേണം, കോസ്റ്റ് റെക്കോർഡ്സ് വേണം. കോസ്റ്റ് റെക്കോർഡ്സ് ഇല്ലാത്തടത്ത് എന്ത് ഓഡിറ്റ് ചെയ്യാനാടോ? ഓക്കെ, യെസ്. ഇനി കഴിഞ്ഞിട്ടില്ല, കോസ്റ്റ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ നിർബന്ധമായിട്ടും കോസ്റ്റ് ഓഡിറ്റ് വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് വേണം, നെറ്റ് വർത്ത് അല്ലെങ്കിൽ ടേൺ ഓവർ ഈസ് എബോ ദ ലിമിറ്റ്. ഈ ലിമിറ്റാണ് ഇവിടെ. ആ ലിമിറ്റ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പറയണം, കോസ്റ്റ് റെക്കോർഡ്സ് റൂൾ 2014 പറയണം. ഓക്കെ, അപ്പോൾ അത് തീരുമാനമായി. അടുത്ത സബ്സെക്ഷൻ ഏതാ, 3. ആരാണ് കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക? സിമ്പിൾ. കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ഇൻ പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്യുന്ന ആരാണ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആവണം. ആരപ്പോയിൻ്റ് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ സാധാരണ CMA കഴിഞ്ഞു ഒരാൾ, അയാളെ കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അയാൾക്ക് എന്തും കൂടെ വേണം, പ്ലസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, COP എന്ന് പറയും. എന്താ പറയുക, COP എന്താ, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അപ്പോൾ നിങ്ങൾ CMA ഫയൽ കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ CMAക്കാരായി. നിങ്ങളുടെ പേരിന് മുൻപ് നിങ്ങൾക്ക് CMA എന്നൊക്കെ പ്രിഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് COP വേണം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, CMAക്കാരന് COP എടുത്താൽ അയാൾ കോസ്റ്റ് ഓഡിറ്റർ ആവോ? ഇല്ല. അയാൾ എന്ത് ചെയ്യണം, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ CMA പ്ലസ് COP അല്ലേ, പ്ലസ് ഏത് കൂടെ വേണം, ബോർഡ് ഓഫ് ഡയറക്ടർ അവരെ അപ്പോയിൻ്റ് ചെയ്യണം. ഇന്ന CMAക്കാർ ഞങ്ങളുടെ കമ്പനിയുടെ എന്താണ്, കോസ്റ്റ് ഓഡിറ്റർ. അപ്പോഴേ ആളെന്താവുള്ളൂ, കോസ്റ്റ് ഓഡിറ്റർ. അപ്പോൾ എല്ലാ CMAക്കാരും, എല്ലാ പ്രാക്ടീസ് ചെയ്യുന്ന CMAക്കാരും കോസ്റ്റ് ഓഡിറ്റർ ആണോ ചോദിച്ചാൽ അല്ല. ഏതെങ്കിലും കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരെ കോസ്റ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്താൽ മാത്രമേ അവരാരാവുള്ളൂ, കോസ്റ്റ് ഓഡിറ്റർ ആവുള്ളൂ. ഓക്കെ, നമുക്കിനി മുകളിൽ വായിച്ചു നോക്കാം. ദ ഓഡിറ്റ് അണ്ടർ സബ്സെക്ഷൻ 2 ഷാൽ ബി കണ്ടക്റ്റഡ് അല്ലേ. സബ്സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ പറഞ്ഞ കോസ്റ്റ് ഓഡിറ്റ്. അതാരാ കണ്ടക്ട് ചെയ്യുക, ഷാൽ ബി കണ്ടക്റ്റഡ് ബൈ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ഇൻ പ്രാക്ടീസ് ഹൂ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺ സച്ച് റെമ്യൂണറേഷൻ ആസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതിൻ്റെ റെമ്യൂണറേഷനൊക്കെ ആരാ ഫിക്സ് ചെയ്യുക, മെമ്പേഴ്സാണ് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ. അടുത്ത പോയിന്റ് ഇതിൽ, പ്രൊവൈഡഡ് ദാറ്റ് no person appointed under section 139
ആസ് ആൻ ഓഡിറ്റർ ഓഫ് ദ കമ്പനി ഷാൾ ബി അപ്പോയിൻറ്റഡ് ഫോർ കണ്ടക്ടിങ് ദ ഓഡിറ്റ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. അതെന്താ മനസ്സിലായോ? ഈ സെക്ഷൻ 139 എന്ന് പറഞ്ഞാൽ ആരടച്ചിട്ടാണ്? ഫിനാൻഷ്യൽ ഓഡിറ്ററാണ്. ഫിനാൻഷ്യൽ ഓഡിറ്റർ ആരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല? ഫിനാൻഷ്യൽ ഓഡിറ്റർ പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലേ? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ആരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല? കോസ്റ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആ പോയിന്റ് പറയുന്നത്. അടുത്ത്, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഓഡിറ്റർ കണ്ടക്ടിങ് കോസ്റ്റ് ഓഡിറ്റ് ഷാൾ കംപ്ലൈ വിത്ത് ദ കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, 4 കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് ഉള്ളത്. നമുക്കൊരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റർ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഓൾ. അടുത്ത പോയിന്റ്, കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് മീൻസ് സച്ച് സ്റ്റാൻഡേർഡ് ആസ് ഇഷ്യൂഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ വിത്ത് അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ചാപ്റ്റർ നമ്പർ ഏതാണ്? 5 അത് എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ചാപ്റ്റർ നമ്പർ 5 ആവില്ല, 6 ആവും. ഓക്കെ, 6 നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അത് ചാപ്റ്റർ നമ്പർ 6 പേര് ഇപ്പോൾ കിട്ടിയപ്പോൾ ഏതാ? കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്. എത്ര ഓഡിറ്റ് സ്റ്റാൻഡേർഡ് പഠിക്കാനുണ്ട്? 4 ഓക്കെ, യെസ് മക്കളെ. ലാസ്റ്റ് സബ്സെക്ഷനാണ് ഈ ഭാഗത്ത്. ഏതാണത്? സബ്സെക്ഷൻ 4. ഇൻ അഡീഷൻ ടു ദ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്റ്റഡ് അണ്ടർ സെക്ഷൻ 143. ഒന്നുമല്ല, ആൻ ഓഡിറ്റ് കണ്ടക്റ്റഡ് അണ്ടർ ദിസ് സെക്ഷൻ. ദിസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് ഷാൾ ബി ഇൻ അഡീഷൻ ടു ഓഡിറ്റ് കണ്ടക്റ്റഡ് അണ്ടർ ദ സെക്ഷൻ 143, വിച്ച് മീൻസ് അതേതാ? ഫിനാൻഷ്യൽ ഓഡിറ്റ്. അങ്ങനെ പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഓഡിറ്റിന് പുറമെയാണ് ഏത്? കോസ്റ്റ് ഓഡിറ്റ് എന്നാണ് അതിൻ്റെ ആകെ തുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ടോപ്പിക്ക് കഴിഞ്ഞു? വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ ടോപ്പിക് 5 സെക്ഷൻ 148 ഓഫ് കമ്പനീസ് ആക്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ.